പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമാണ് പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം? ഉത്തരം: 22-ാമത്തെ. ക്വസ്റ്റ്യൻ: പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം ആരംഭിക്കുന്നത് ഏത് വാക്കോടു കൂടിയാണ്? ഉത്തരം: യേശുക്രിസ്തുവിൻ്റെ. 2 പത്രോസ് 1-ാം 1-ാം വാക്യം. ക്വസ്റ്റ്യൻ: അഭിവാദനത്തിൽ പത്രോസ് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തലനുമായ ശിമോൻ പത്രോസ്. 1:1. ക്വസ്റ്റ്യൻ: പത്രോസിൻ്റെ രണ്ടാം ലേഖനം എഴുതിയത് ആർക്കാണ്? ഉത്തരം: ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്. 1:1. ക്വസ്റ്റ്യൻ: നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്നാണ് പത്രോസ് പറയുന്നത്? ഉത്തരം: വിലയേറിയ വിശ്വാസം. 1:1. ക്വസ്റ്റ്യൻ: പത്രോസിന് ലഭിച്ച വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസം? ഉത്തരം: വിലയേറിയ വിശ്വാസം. 1:1. ക്വസ്റ്റ്യൻ: വർദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഉത്തരം: കൃപ, സമാധാനം. 1:2. ക്വസ്റ്റ്യൻ: തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത് എന്തെല്ലാമാണ്? ഉത്തരം: ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും. 1:3. ക്വസ്റ്റ്യൻ: വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ ആരാണ് നമുക്ക് നൽകിയത്? ഉത്തരം: മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ. 1:4. ക്വസ്റ്റ്യൻ: ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ എന്തു വിട്ടൊഴിയണം? ഉത്തരം: ലോകത്തിൻ മോഹത്താലുള്ള നാശം. 1:4. ക്വസ്റ്റ്യൻ: വിശ്വാസികൾക്ക് ലഭിച്ച വാഗ്ദത്തത്തിൻ്റെ പ്രത്യേകത. ഉത്തരം: വിലയേറിയതും അതിമഹത്തായതും. 1:4. ക്വസ്റ്റ്യൻ: ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ കൂട്ടേണ്ട 7 കാര്യങ്ങൾ. ഉത്തരം: വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം. 1:5 മുതൽ 7 വരെ. ക്വസ്റ്റ്യൻ: വിശ്വാസത്തോട് എന്ത് കൂട്ടിക്കൊള്ളണം? ഉത്തരം: വീര്യം. 1:5. ക്വസ്റ്റ്യൻ: എന്തിനോട് സ്നേഹം കൂട്ടിക്കൊള്ളണം? ഉത്തരം: സഹോദരപ്രീതിയോട്. 1:7. ക്വസ്റ്റ്യൻ: ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. ഏവ? ഉത്തരം: വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം. 1:5 മുതൽ 9 വരെ. ക്വസ്റ്റ്യൻ: അവയില്ലാത്തവനോ കുരുടനത്രേ. ഏവയില്ലാത്തവനാണ് കുരുടൻ? ഉത്തരം: വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം. 1:5 മുതൽ 9 വരെ. ക്വസ്റ്റ്യൻ: വിശ്വാസികളുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്ത് ചെയ്യണം? ഉത്തരം: അധികം ഉറപ്പാക്കണം. 1:10. ക്വസ്റ്റ്യൻ: എന്തൊക്കെ ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം? ഉത്തരം: വിളിയും തിരഞ്ഞെടുപ്പും. 1:10.
ക്വസ്റ്റ്യൻ, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം പത്രോസ്. 1:13. ക്വസ്റ്റ്യൻ, കൂടാരം എന്തിനെ കുറിക്കുന്നു? ഉത്തരം ശരീരം. 1:13. ക്വസ്റ്റ്യൻ, കർത്താവായ യേശുക്രിസ്തു ശിമോൻ പത്രോസിന് നൽകിയ അറിവ് എന്താണ്? ഉത്തരം അവൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന്. 1:13. ക്വസ്റ്റ്യൻ, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറഞ്ഞതാര്? ഉത്തരം പത്രോസ്. 1:16. ക്വസ്റ്റ്യൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആരെക്കുറിച്ച് പറഞ്ഞു? ഉത്തരം ദൈവം ക്രിസ്തുവിനെക്കുറിച്ച്. 1:17. ക്വസ്റ്റ്യൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം എവിടെ നിന്ന് വന്നു? ഉത്തരം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന്. 1:17. ക്വസ്റ്റ്യൻ, മറുരൂപമലയ്ക്ക് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്ന പേര്? ഉത്തരം വിശുദ്ധ പർവ്വതം. 1:18. ക്വസ്റ്റ്യൻ, വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ശബ്ദം കേട്ടതാരാണ്? എന്തായിരുന്നു ശബ്ദം? ഉത്തരം പത്രോസും യാക്കോബും യോഹന്നാനും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 1:18. ക്വസ്റ്റ്യൻ, അധികം സ്ഥിരമായിട്ട് നമുക്കുള്ളത് എന്ത്? ഉത്തരം പ്രവാചകവാക്യം. 1:19. ക്വസ്റ്റ്യൻ, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നാം കരുതിക്കൊള്ളേണ്ടത് എന്തിനെ? ഉത്തരം പ്രവാചകവാക്യത്തെ. 1:19. ക്വസ്റ്റ്യൻ, തിരുവഴുത്തിലെ പ്രവചനമൊന്നും എങ്ങനെ ഉളവാകുന്നതല്ല എന്നാണ് നാം ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളേണ്ടത്? ഉത്തരം സ്വയമായ വ്യാഖ്യാനത്താൽ. 1:20. ക്വസ്റ്റ്യൻ, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതെന്ത്? ഉത്തരം പ്രവചനം. 1:21. ക്വസ്റ്റ്യൻ, പ്രവചനം ദൈവകൽപ്പനയാൽ മനുഷ്യർ എന്ത് പ്രാപിച്ചിട്ട് സംസാരിച്ചതാണ്? ഉത്തരം പരിശുദ്ധാത്മനിയോഗം. 1:21. ക്വസ്റ്റ്യൻ, പ്രവചനം ആരുടെ ഇഷ്ടത്താൽ ഉണ്ടായതാണ്? ഉത്തരം ദൈവേഷ്ടത്താൽ. 1:21. ക്വസ്റ്റ്യൻ, ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നവർ ആരാണ്? ഉത്തരം കള്ളപ്രവാചകന്മാർ. 2:1. ക്വസ്റ്റ്യൻ, ആരുടെ നാശമാണ് ഉണർന്നിരിക്കുന്നത്? ഉത്തരം ദുരുപദേഷ്ടാക്കന്മാരുടെ. 2:1-3 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുന്നതാരാണ്? ഉത്തരം ദുരുപദേഷ്ടാക്കന്മാർ. 2:1. ക്വസ്റ്റ്യൻ, ആര് നിമിത്തമാണ് സത്യമാർഗം ദുഷിക്കപ്പെടുന്നത്? ഉത്തരം ദുരുപദേഷ്ടാക്കന്മാർ. 2:2. ക്വസ്റ്റ്യൻ, ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് പറയുന്നവൻ ആരാണ്? ഉത്തരം ദുരുപദേഷ്ടാക്കന്മാർ. 2:1-3 വരെ. ക്വസ്റ്റ്യൻ, ആരുടെ ദുഷ്കാമ പ്രവൃത്തികളെയാണ് പലരും അനുകരിക്കുന്നത്? ഉത്തരം ദുരുപദേഷ്ടാക്കന്മാരുടെ. 2:2. ക്വസ്റ്റ്യൻ, ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം ദുരുപദേഷ്ടാക്കന്മാർ. 2:1-3 വരെ.
ക്വസ്റ്റ്യൻ: പാപം ചെയ്ത ദൂതന്മാരെ ദൈവം എന്ത് ചെയ്തില്ല? ഉത്തരം: ആദരിച്ചില്ല. 2-4. ക്വസ്റ്റ്യൻ: ഏത് ചങ്ങലയിട്ടാണ് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം നരകത്തിലാക്കിയത്? ഉത്തരം: അന്ധതമസിൻ്റെ ചങ്ങല. 2-4. ക്വസ്റ്റ്യൻ: പാപം ചെയ്ത ദൂതന്മാരെ ദൈവം എവിടെ ഇട്ടിരിക്കുന്നു? ഉത്തരം: അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിൽ. 2-4. ക്വസ്റ്റ്യൻ: പുരാതന ലോകത്തെ ദൈവം എന്ത് ചെയ്തില്ല? ഉത്തരം: ആദരിച്ചില്ല. 2-5. ക്വസ്റ്റ്യൻ: നീതിപ്രസംഗി എന്ന് ലേഖനക്കാരൻ വിശേഷിപ്പിച്ചിരിക്കുന്നതാരെ? ഉത്തരം: നോഹയെ. 2-5. ക്വസ്റ്റ്യൻ: ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വച്ചിരിക്കുന്ന 2 പട്ടണങ്ങൾ? ഉത്തരം: സൊദോം ഗൊമോറ. 2-6. ക്വസ്റ്റ്യൻ: ദൈവം സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് എങ്ങനെ ന്യായം വിധിച്ചു? ഉത്തരം: ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു. 2-6. ക്വസ്റ്റ്യൻ: ലോത്ത് ആരുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മപ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു? ഉത്തരം: അധർമ്മികളുടെ ഇടയിൽ. 2-7. ക്വസ്റ്റ്യൻ: വലഞ്ഞുപോയ നീതിമാൻ എന്ന് പത്രോസ് വിശേഷിപ്പിച്ചതാരെ? ഉത്തരം: ലോത്ത്. 2-8. ക്വസ്റ്റ്യൻ: കർത്താവ് ആരെയാണ് പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്നത്? ഉത്തരം: ഭക്തന്മാരെ. 2-9. ക്വസ്റ്റ്യൻ: മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ ദൈവം എന്തിനായിട്ടാണ് കാക്കുന്നത്? ഉത്തരം: ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി. 2-9-10 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകുന്നതാരാണ്? ഉത്തരം: ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാരായ നീതികെട്ടവർ. 2-11-12 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: എന്ത് സുഖം എന്ന് വെച്ചാണ് നീതികെട്ടവർ സ്നേഹസദ്യകളിൽ വിരുന്ന് കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും ആകുന്നത്? ഉത്തരം: താൽക്കാലിക ഭോഗതൃപ്തി. 2-13. ക്വസ്റ്റ്യൻ: നേർവഴി വിട്ട് തെറ്റിപ്പോയ നീതിമാൻ? ഉത്തരം: ബിലെയാം. 2-15. ക്വസ്റ്റ്യൻ: അവൻ അനീതിയുടെ കൂലി കൊതിച്ചു എങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കെട്ടി. ആർക്ക്? ഉത്തരം: ബിലെയാമിന്. 2-16. ക്വസ്റ്റ്യൻ: പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്ത മൃഗം? ഉത്തരം: കഴുത. 2-16. ക്വസ്റ്റ്യൻ: ആരാണ് ബിലെയാമിനോട് മനുഷ്യവാക്കായി ഉരിയാടിയത്? ഉത്തരം: ഉരിയാട കഴുത. 2-16. ക്വസ്റ്റ്യൻ: ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തു. ആ പ്രവാചകൻ ആര്? ഉത്തരം: ബിലെയാം. 2-16. ക്വസ്റ്റ്യൻ: അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങളുമാകുന്നു. അവർക്ക് കൂരിരുട്ട് സംഗ്രഹിച്ചിരിക്കുന്നു. ആര്? ഉത്തരം: നീതികെട്ട ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ. 2-17. ക്വസ്റ്റ്യൻ: ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം: പത്രോസ്. 2-9.
ക്വസ്റ്റ്യൻ ആരുടെ ഒടുവിലത്തെ സ്ഥിതിയാണ് ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോകുന്നത്? ഉത്തരം കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയിട്ട് വീണ്ടും കുടുങ്ങി തോറ്റുപോകുന്നവരുടെ. 2:20. ക്വസ്റ്റ്യൻ സ്വന്തം ഛർദിയിലേക്ക് തിരിയുന്ന ജന്തു? ഉത്തരം നായി. 2:22. ക്വസ്റ്റ്യൻ പിന്മാറ്റക്കാരെ ഓർപ്പിക്കുന്നതിന് ദൃഷ്ടാന്തമായി പറയുന്ന 2 മൃഗങ്ങൾ? ഉത്തരം പന്നി, നായ്. 2:22. ക്വസ്റ്റ്യൻ പത്രോസ് ഈ ലേഖനത്തിൽ ഉദ്ധരിക്കുന്ന 2 പഴഞ്ചൊല്ലുകൾ ഏവ? ഉത്തരം 1 സ്വന്തം ഛർദിയിലേക്ക് തിരിഞ്ഞ നായ്, 2 കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി. 2:22. ക്വസ്റ്റ്യൻ പത്രോസ് തൻ്റെ ലേഖനത്തിലൂടെ ഉണർത്തുന്നത് എന്താണ്? ഉത്തരം പരമാർത്ഥ മനസ്സ്. 3:2. ക്വസ്റ്റ്യൻ എന്ത് അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരും? ഉത്തരം സ്വന്തം മോഹങ്ങളെ. 3:4. ക്വസ്റ്റ്യൻ പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്ന് പറയുന്നത് എന്തെല്ലാമാണ്? ഉത്തരം ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും. 3:5. ക്വസ്റ്റ്യൻ വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായതെന്ത്? ഉത്തരം ഭൂമി. 3:5. ക്വസ്റ്റ്യൻ അന്നത്തെ ലോകം നശിച്ചത് എങ്ങനെ? ഉത്തരം ജലപ്രളയത്തിൽ. 3:6. ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും നശിക്കുന്നത് എങ്ങനെ? ഉത്തരം അഗ്നിയിൽ. 3:7. ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും എന്തിനായി സൂക്ഷിച്ചിരിക്കുന്നു? ഉത്തരം തീക്കായി. 3:7. ക്വസ്റ്റ്യൻ ഒരു ദിവസം 1000 ദിവസം പോലെയും 1000 ദിവസം ഒരു ദിവസം പോലെയും ഇരിക്കുന്നത് ആർക്ക്? ഉത്തരം കർത്താവിന്. 3:8. ക്വസ്റ്റ്യൻ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് എന്ത് നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല? ഉത്തരം തൻ്റെ വാഗ്ദത്തം. 3:9. ക്വസ്റ്റ്യൻ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നത് ആരാണ്? ഉത്തരം കർത്താവ്. 3:9. ക്വസ്റ്റ്യൻ കർത്താവ് വരാൻ താമസിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം ചിലർ കൂടെ മാനസാന്തരപ്പെടാൻ. 3:10. ക്വസ്റ്റ്യൻ കർത്താവിൻ്റെ ദിവസം എങ്ങനെയാണ് വരുന്നത്? ഉത്തരം കള്ളനെ പോലെ. 3:10. ക്വസ്റ്റ്യൻ കർത്താവിൻ്റെ ദിവസത്തിൽ കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുന്നത് എന്താണ്? ഉത്തരം ആകാശം. 3:10. ക്വസ്റ്റ്യൻ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും എന്ന്? ഉത്തരം കർത്താവിൻ്റെ ദിവസത്തിൽ. 3:10. ക്വസ്റ്റ്യൻ ആകാശം ചുട്ടഴിയുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്നത് എന്ന്? ഉത്തരം ദൈവ ദിവസത്തിൽ. 3:11. ക്വസ്റ്റ്യൻ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും എന്ന് പ്രവചിച്ച അപ്പോസ്തലൻ? ഉത്തരം പത്രോസ്. 3:10. ക്വസ്റ്റ്യൻ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരിക്കുന്നവർ എങ്ങനെ ആയിരിക്കണം?
ഉത്തരം വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ. 3:11-12 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: നാം കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി. 3:13. ക്വസ്റ്റ്യൻ: എന്തിനെയാണ് രക്ഷ എന്ന് വിചാരിക്കേണ്ടത്? ഉത്തരം നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ. 3:14. ക്വസ്റ്റ്യൻ: തിരുവഴുത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളെ ഒരു വ്യക്തി എഴുതിയത് മറ്റൊരു വ്യക്തി തൻ്റെ ലേഖനങ്ങളിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. ആരാണ് ഈ വ്യക്തികൾ? ഉത്തരം പൗലോസ്, പത്രോസ്. 3:15-16 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം കർത്താവിൻ്റെ ദീർഘക്ഷമയെയും രക്ഷയെയും കുറിച്ച് ലേഖനങ്ങളിലൂടെ ആര് എഴുതിയിട്ടുണ്ട് എന്നാണ് പത്രോസ് പറഞ്ഞത്? ഉത്തരം പ്രിയ സഹോദരനായ പൗലോസ്. 3:15-16 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ആരാണ് ശേഷം തിരുവഴുത്തുകളെ തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നത്? ഉത്തരം അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ. 3:16. ക്വസ്റ്റ്യൻ: തിരുവഴുത്ത് നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കയാൽ സൂക്ഷിക്കേണ്ടത് എന്താണ്? ഉത്തരം അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണുപോകാതിരിപ്പാൻ. 3:17. ക്വസ്റ്റ്യൻ: എന്തിലെല്ലാമാണ് നാം വളരേണ്ടത്? ഉത്തരം കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും. 3:18. ക്വസ്റ്റ്യൻ: പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ ആദ്യ വാക്ക് അവസാന വാക്ക്? ഉത്തരം ആദ്യ വാക്ക് യേശുക്രിസ്തുവിൻ്റെ, അവസാന വാക്ക് ആമേൻ. ക്വസ്റ്റ്യൻ: ഈ പുസ്തകത്തിലെ ചെറിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? വലിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? ഉത്തരം ചെറിയ അധ്യായം 3 18 വാക്യങ്ങൾ, വലിയ അധ്യായം 2 22 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: 2 പത്രോസ് ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 61-ാമത്തെ പുസ്തകം, 3 അധ്യായങ്ങൾ, 61 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.